Hi friends, welcome to our channel Hexcent Private Limited. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയാണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് എങ്ങനെയാണ് നമുക്കതിനെ നമ്മുടെ HTML ഫയലിൽ കൊണ്ടുവരാൻ പറ്റണത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ വെബ് പേജസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് ജാവാസ്ക്രിപ്റ്റിനെ അറിയപ്പെടുന്നത്. സോ HTML CSS ഒക്കെ ഒരു വെബ്സൈറ്റിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആ ഒരു വെബ് പേജിന്റെ ബിഹേവിയറിനെ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ HTML CSS ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒപ്പം ജാവാസ്ക്രിപ്റ്റ് കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ പ്രോജക്റ്റിൽ കൊണ്ടുവരാം, HTML ഫയൽസിൽ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ കോഡിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലാണ്. സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ ഫസ്റ്റ് ഒരു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതി കൊടുക്കാം. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് അതിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ C++ പോലുള്ള ലാംഗ്വേജസിലൊക്കെ കൊടുക്കണ പോലെ ഒരു സെമി കോളം കൊടുക്കാം. നമുക്ക് സെമി കോളനും കൊടുക്കണം. ഇത്രയാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റിനെ നമ്മുടെ ഹെഡ് ടാഗിനുള്ളിൽ കൊടുക്കാം, അതല്ല എങ്കിൽ ബോഡിയിൽ ഏറ്റവും അവസാനമായിട്ട് ബോഡിയിലും കൊടുക്കാം. നമ്മളിപ്പോൾ തൽക്കാലം സ്ക്രിപ്റ്റ് ടാഗിനെ എടുത്ത് ഹെഡ് ടാഗിനുള്ളിൽ കൊടുത്തു. ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഹലോ വേൾഡ് ഒന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. ഹലോ വേൾഡ് ഒന്ന് പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ HTML കൊടുത്തതല്ല, നമ്മൾ ഹെഡ് ടാഗിനുള്ളിൽ സ്ക്രിപ്റ്റിൽ കൊടുത്ത ഹലോ വേൾഡ് ആണ് പ്രിന്റ് ആയിരിക്കും. നമ്മുടെ HTML ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്കിനി ഇതിനെ നമ്മൾ ഹെഡ് ടാഗിൽ കൊടുക്കുന്നത് കണ്ടു. ഇനി നമുക്കിതിനെ നമ്മുടെ ബോഡിയിൽ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നല്ല ബോഡിയിൽ ഏറ്റവും താഴെ, ഇത്തരത്തിൽ തന്നെ ബോഡിയുടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്കിതിന്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റി നോക്കാം മനസ്സിലാവാനായിട്ട്. കണ്ടില്ലേ, ഹലോ ജാവാസ്ക്രിപ്റ്റ് വേൾഡ് എന്നാക്കിയിരുന്നു ടെക്സ്റ്റ്. അപ്പൊ അതങ്ങനെ തന്നെ അവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. സോ ഇത്തരത്തില് രണ്ട് രീതിയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യാനായിട്ട്, നമ്മുടെ HTML ഫയലിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ HTML CSS ഒക്കെ ചെയ്ത പോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബോഡിയിൽ ഏറ്റവും താഴെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ് പേജിന്റെ ലോഡിങ് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് അതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം എക്സ്റ്റേണൽ എന്താ പറയാ, അല്ലെങ്കിൽ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിന്റെ ഒക്കെ ലിങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ലോഡായി പിന്നെ സ്ക്രിപ്റ്റും ലോഡായിട്ടായിരിക്കും ഇതാവുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് അതൊക്കെ ലോഡായി കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ആവുമ്പോൾ ലാസ്റ്റ് ലോഡാവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ലോഡിങ് സ്പീഡ് കൂട്ടാനായിട്ട് ഏറ്റവും താഴെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയലായിട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫയലായിട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആയിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സാമ്പിൾ എന്ന് പേര് കൊടുക്കാം. എക്സ്റ്റൻഷൻ .js ആയിരിക്കണം. എക്സ്റ്റൻഷൻ JS എന്നായിരിക്കണം. ഓക്കെ, നമ്മളതിനെ സേവ് ചെയ്തു. എന്നിട്ട് ഇതിലായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റിനെ കട്ട് ചെയ്ത് നമുക്ക് ആക്ച്വലി ഇത്ര മാത്രം മതി. നമ്മുടെ എക്സ്റ്റേണൽ ഫയലിലാവുമ്പോൾ നമുക്ക് ഇതൊന്നും സ്ക്രിപ്റ്റ് ടാഗ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ .js ആണല്ലോ എക്സ്റ്റൻഷൻ വെച്ചേക്കണം. സോ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും.
ഈ ഹലോ ജാവാസ്ക്രിപ്റ്റ് വേൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഹലോ ജാവാസ്ക്രിപ്റ്റ് എന്നാക്കിയിട്ടുണ്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ജാവാസ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് ഇതാക്കാനായിട്ട്, അതായത് ഇതിനെ ഒന്ന് നമ്മുടെ HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ ആണ് കൊടുക്കുന്നത്. സോഴ്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ JS ഫയലിന്റെ പേര് കൊടുക്കാം, sample.js കൊടുത്തു. നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സ്ക്രിപ്റ്റ് ടാഗിൽ സോഴ്സ് ആയിട്ട് നമ്മുടെ എക്സ്റ്റേണലി നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ജാവാസ്ക്രിപ്റ്റിനെ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഹലോ ജാവാസ്ക്രിപ്റ്റ് എന്നായിരുന്നു കൊടുത്തിരുന്നത്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ നമുക്ക് കൊടുക്കാനായിട്ട് വരും. ഒരു H1 എലമെന്റ് അല്ലെങ്കിൽ ഒരു HTML എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഹലോ വേൾഡ് എന്നുള്ളതിനെ ഒരു HTML ടാഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. H1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു HTML ടാഗിനുള്ളിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ആവുമെന്ന് നോക്കാം. കണ്ടില്ലേ, H1 ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. എലമെന്റ്സിൽ ബോഡിയിൽ കണ്ടില്ലേ, നമ്മളിത് ആക്ച്വലി നമ്മുടെ sample.js എന്ന് പറഞ്ഞ ഫയലിലാണ് ഈ H1 കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്നുണ്ട്, HTML എലമെന്റ്സിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ആണ് ഇത് മാറ്റിയിട്ട് നോക്കാം. console.log. കൺസോൾ എന്ന് പറയുന്നത്, അതായത് എന്താണെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ ഓരോ ഒബ്ജക്ട്സുകളാണ്. അപ്പൊ കൺസോൾ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. കൺസോൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനുള്ള ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ കൊടുക്കുമ്പോൾ. ഇതെല്ലാം നമുക്ക് ഹൈ വേൾഡ് എന്ന് കൊടുക്കാം. ഹൈ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ഒന്നും ഡിസ്പ്ലേ ആയി വന്നിട്ടില്ല. അപ്പൊ നമുക്കിതൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മുടെ console.log എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ കൊടുത്തേക്കണത്. നമ്മുടെ കൺസോളിൽ പോയി നോക്കാം. അതായത് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ console.log അല്ലെങ്കിൽ കൺസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ console.log എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണേലും പ്രിന്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്താലും കൺസോളിൽ അതിന്റെ ആൻസർ കിട്ടും. ഒന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഇപ്പൊ കൺസോളിന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ എൻ്റർ അടിക്കുന്നു. കണ്ടോ, കൺസോളിനുള്ളിലുള്ള ഫങ്ഷൻസ് ആണ് ഡീബഗ്, എറർ, ഇൻഫോ, ലോഗ്, വോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ കൺസോളിനുള്ളിലുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്തരത്തിൽ കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരാനായിട്ടാണ് നമ്മൾ console.log എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അപ്പൊ ഈ console.world ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, ഹൈ വേൾഡ് ജാവാസ്ക്രിപ്റ്റ് എന്നായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊക്കെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മറ്റൊന്നും ബൂട്ട്സ്ട്രാപ്പിനെ പോലെ ലിങ്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുകയൊന്നും വേണ്ട. നമുക്ക് ജാവാസ്ക്രിപ്റ്റിന് ആ ഒരു ബ്രൗസറിൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാവും, ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ്. അപ്പൊ നമുക്ക് അതെന്തായാലും ഒരു ബ്രൗസറും ഒരു എഡിറ്ററിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമുക്കൊരു വിൻഡോ അലേർട്ട് കൊടുത്ത് നോക്കാം ഈ ജാവാസ്ക്രിപ്റ്റിനകത്ത്. ഞാൻ ഇത് മാറ്റിയിട്ടൊന്ന് അലേർട്ട് കൊടുക്കുന്നു. അലേർട്ടില് വെൽക്കം ഹലോ വേൾഡ് എന്നുള്ള ഒരു സ്ട്രിങ് പാസ് ചെയ്ത് നമ്മുടെ സെമിക്കോളനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അലേർട്ടായിട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ,
ഇത്തരത്തിലൊരു അലേർട്ട് നമുക്ക് കിട്ടി. ഇത് ഓക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് പോകും. ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രോജക്റ്റ് റീലോഡ് ചെയ്യിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അലേർട്ട് ബോക്സ് കാണിക്കും. ഇതിനെ വിൻഡോ അലേർട്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു അലേർട്ട് ബോക്സ് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് എന്ന് പറയുന്ന കമ്പോണൻസ്. അതിന്റെ കൂടെ ഇനി ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടി നമുക്ക് നോക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത്, ബാക്കി എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതാണ്. ഇതിന്റെ കൺസോളിൽ നിങ്ങൾ ചെയ്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് കൺസോൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് console.log നമുക്കിത് വേൾഡ് എന്നോടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഒരു വെബ് പേജിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അത് എങ്ങനെ ഇന്ററാക്റ്റീവ് ആക്കി വെക്കാം എന്നിട്ടുള്ള ഒരു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. എങ്ങനെ ജാവാസ്ക്രിപ്റ്റിനെ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. എക്സ്റ്റേണലായിട്ടും ഇന്റേണലായിട്ടും ചെയ്യുന്ന രീതികൾ നമ്മൾ കണ്ടു. നമ്മളിനി അതുപോലെ തന്നെ ബോഡിയിൽ ഹെഡ് ടാഗിനുള്ളിൽ കൊടുക്കുന്നതും ബോഡിക്കുള്ളിൽ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ എക്സ്റ്റേണൽ വെച്ചിട്ടായിരിക്കും കൂടുതലായിട്ടും ചെയ്യാൻ പോകുന്നത്. കോഡൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി.